വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരാറാകുമ്പോൾ ഏറ്റവും ഉത്സാഹം തോന്നുന്ന കാര്യം ഓഫറും അതുപോലെ ഒരുപാട് ഫെസ്റ്റും പരിപാടികളൊക്കെ എക്സ്ട്രാ വരുമ്പോഴാണല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് നേരിട്ട് പോയി കാണുക, എൻജോയ് ചെയ്യുക, കുറച്ച് ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മളൊന്ന് ഉഷാറാവുന്നത്. എന്താണോ ആഘോഷം അതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇത്തരം കുറേ പരിപാടികളാണല്ലേ. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പണ്ട് പഴമക്കാർ പറയും പോലെ ഉള്ളത് വെച്ച് നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യാം അല്ലേ. അങ്ങനെ ഇന്ന് ഞാനും അമ്മയും കൂടി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഓണക്കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ നാട്ടിലെ ബഡാ ബസാറിൽ കയറിയിട്ടുണ്ടേ. നമ്മളിതിനെ പൊതുവേ പറയാം 195 കാരണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. ഡ്രസ്സസ് ആയാലും ബാഗ് ആയാലും ചെരുപ്പുകളായാലും അതുപോലെ വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങളായാലും അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എല്ലാ ഐറ്റംസും ഒത്തുചേർന്നിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ നോക്കി. ഓണത്തിൻ്റെ ഓഫേഴ്സൊക്കെ പലതും വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ആ ഷോപ്പിലുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ഈ യാത്രയിൽ എന്തായാലും കാണാൻ മനസ്സിൽ ഉറപ്പിച്ചൊരു കാഴ്ച കാണാനായിട്ട് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഇക്കുറി തായ്ലാൻഡും കാശ്മീരും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും അത് നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. മറൈൻ എക്സ്പോ ഓപ്പൺ ആവുന്നത് വൈകിട്ട് 4 മണി മുതൽ 9 മണി വരെയാണ്. ശരിക്കും ടൈമിൻ്റെ കാര്യമൊന്നും അറിയാതെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു 4 മണി ആകുമ്പോഴേക്ക് നമ്മളിവിടെ എത്തി. അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ. പാർക്കിങ്ങും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ടപ്പറമ്പിൽ ഇത്രയും വലിയൊരു സ്ഥലം ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ആളും തിരക്കും ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ആകാശത്തൊട്ടിലൊക്കെ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരട്ടെ ഒന്ന് വിചാരിച്ച് നമ്മളിതാ പുറത്തെ കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണേ. മറൈൻ എക്സ്പോ ആയതുകൊണ്ട് തന്നെ പലതരം മീനുകളുടെയും അതുപോലെ മത്സ്യകന്യകയുടെ ഒക്കെ പിക്ചേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു, അതുപോലെ എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു 4:15 ആയപ്പോൾ നമ്മളിനി വിചാരിച്ചു നേരെ പോയി ടിക്കറ്റ് അങ്ങ് എടുത്തേക്കാന്ന്. ഒരാൾക്ക് ഇവിടെ 100 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പോൾ നമ്മളിതാ ക്യൂവിലേക്ക് വന്നിട്ടുണ്ട്. ക്യൂ എന്ന് പറയാൻ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ അങ്ങോട്ട് കയറി ടിക്കറ്റ് അങ്ങ് എടുത്തു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത മറൈൻ എക്സ്പോ അങ്ങ് കണ്ടേക്കാം അല്ലേ. അപ്പോൾ നേരെ ഇനി ടിക്കറ്റുമായിട്ട് സെക്യൂരിറ്റിൻ്റെ അടുത്തേക്ക് പോയേക്കാം. മഴക്കാർ പെയ്യണോ വേണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. അപ്പോൾ അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യണ്ട, എക്സ്പോ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഈ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും മഴയും ഇല്ല വെയിലില്ല, നല്ല കൂളായിട്ട് നമ്മളിതാ കൂളിംഗ് എഫക്റ്റോട് കൂടി നമ്മളിതാ മറൈൻ എക്സ്പോയുടെ എൻട്രിയിലേക്ക് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ നടുക്കൂട്ട് പോകുന്നൊരു ഫീല് തോന്നും കേട്ടോ. കംപ്ലീറ്റ് മീനുകളാണ്, പലതരത്തിലുള്ള മീനുകളുടെ ഇമേജാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത് എൻട്രിയിൽ. പിന്നെ അതിന് ശേഷം നോക്കിയേ, നമ്മൾക്ക് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി നമ്മൾ ഔട്ട്ഡോറിൽ കണ്ട അതേപോലുള്ള ഇമേജസാണ് ഇൻസൈഡിലും ആദ്യം വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ മുന്നിൽ പോകുന്ന ആൾക്കാരും അതുപോലെ നമ്മളും ഒക്കെ ഒരുപോലെ വിചാരിച്ചു കേട്ടോ, ഇതാണോ നമ്മളിപ്പോൾ കാണാൻ കയറിയ കാഴ്ച, ഇത്രയേ ഉള്ളോ, ഇനി കംപ്ലീറ്റ് ഇത് മാത്രം കണ്ട് ഇറങ്ങാനാണോ നമ്മൾ 100 രൂപ കൊടുത്തേ എന്നുള്ളൊരു തോട്ട്സിലായിരുന്നു നമ്മളും ആ പോകുന്നവരും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് പോയേക്കാം, അതുപോലെ അങ്ങ് ഷൂട്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഞാനിതാ ഓരോ ഇമേജും തേടി പിടിച്ചങ്ങനെ പോകുന്നുണ്ടേ. അടിപൊളി തന്നെയാണ് ഈ ഒരു കാഴ്ച. ശരിക്കും അടുത്ത് പോയി നിന്നാലുണ്ടല്ലോ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ എത്തിയ കണക്കത്തൊരു ഫീലാണ് കേട്ടോ. അടിപൊളി തന്നെയായിരുന്നു ആ ഇമേജ്. അങ്ങനെ അത് ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണേ. പ്രധാന സ്ഥലങ്ങൾ ഏതെങ്കിലും ഫോക്കസ് ചെയ്തിട്ടുള്ള ഇമേജസ് ആയിരുന്നെങ്കിൽ അതിൻ്റെ പ്ലേസ് നെയിമോ മറ്റോ ഒക്കെ സൈഡിൽ കൊടുക്കായിരുന്നു എന്നുള്ളൊരു കറക്ഷൻ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. കാരണം ജസ്റ്റ് ഇമേജസ് ആ ഒരു ഭംഗി മാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഓക്കെ, പക്ഷേ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ, ഇത് എവിടെയാണ് എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമ്പോഴായാലും എനിക്കത് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇമേജസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ഒരു പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു ബോർഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കണുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് കാശ്മീർ വിസ്മയ കാഴ്ചയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് കാശ്മീർ. അപ്പോൾ അതിൻ്റെ ആ ഒരു എൻട്രിയിലെത്തുമ്പോഴേക്ക് തന്നെ കൂൾ എഫക്റ്റ് ആയിരുന്നേ. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇത്രയും കണ്ട ഇമേജസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെളിച്ചവും പൂക്കളും നല്ലൊരു തണുപ്പും ഒക്കെ
ഒക്കെ അങ്ങ് വന്നപ്പം ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞാനും അമ്മയായാലും വാവ് കൊള്ളാം എന്ന രീതിയിലായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയോ, ആ നടുക്ക് കാണുന്ന ആ പൂക്കൾ കംപ്ലീറ്റ്, ഡെക്കറേഷൻ്റെ പൂക്കൾ കംപ്ലീറ്റ് നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു വരുമ്പം കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ മുന്നിലും പിന്നിലും ആയിട്ടൊക്കെ ശബ്ദം ഉണ്ടാക്കായിരുന്നു കേട്ടോ. അവർക്കൊക്കെ, കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമെന്നല്ല, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ആയിരിക്കും അല്ലേ കൗതുകങ്ങളൊക്കെ. ഇങ്ങനെ പൂക്കളും തണുപ്പും ആ മീനുകളെയും ഒക്കെ കാണുമ്പം നമ്മളെക്കാൾ എന്താ പറയുക 100 ഇരട്ടി അത് എൻജോയ് ചെയ്യുന്നത് ഇവരായിരിക്കും അല്ലേ. അപ്പോൾ കൂൾ എഫക്റ്റ് വന്നത് എവിടെ നിന്നാണെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. നമ്മളിപ്പോൾ കണ്ട വെസൽസിലൂടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കാശ്മീർ എന്ന് വെച്ചാൽ നമുക്കറിയാം, മഞ്ഞ്, മഞ്ഞുമല, തണുപ്പ്, അതുപോലെ ഒരുപാട് അടിപൊളി മനോഹരമായിട്ടുള്ള പൂക്കൾ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് അവരിവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റിൽ ആ പൂക്കളുടെ ഭംഗിയും ആ ഒരു ലൊക്കേഷൻ, അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് അടുത്ത് കാണുന്നത് ശരിക്കും ആദ്യമായിട്ടാണ്. നമ്മളിതിന് മുമ്പ് കണ്ണൂരിലൊക്കെ കഴിഞ്ഞ കൊല്ലം, അതിൻ്റെ മുന്നത്തെ കൊല്ലങ്ങളിലൊക്കെ കണ്ണൂരിലും അതുപോലെ ഓണം ഫെസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന സമയത്തും ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ കാണാൻ വന്ന ഫെയറും ഇതുപോലെ മനോഹരമാണ് എന്നുള്ള അത്ര എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ഇത് കണ്ടോ, നമ്മുടെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ശരിക്കും ആ ഒരു തണുത്ത മഞ്ഞുമലയിൽ നിന്ന് വെള്ളം ഒലിച്ച് വരുന്നത്, വെള്ളം ഇറങ്ങി വരുന്നതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ശരിക്കും അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞാണ് ഒഴുകി വരുന്നതെന്നുള്ള രീതിയിൽ എന്തോ ഒരു മിക്സാണ് ശരിക്കും ആ വെള്ളത്തിൽ. നോർമൽ വാട്ടറാണ് വീഴുന്നത്, പക്ഷേ അത് മൂവ് ചെയ്ത് നമ്മൾ അടുത്തേക്ക് വരുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ടായിരുന്നു. കണ്ടാൽ ശരിക്കും ഒരു മഞ്ഞുരുകി വരുന്ന അതേ ഫീൽ തന്നെയായിരുന്നു. ഞാനും അമ്മയും ഒരുപോലെ ഇങ്ങനെ എൻജോയ് ചെയ്ത് സർപ്രൈസ്ഡ് ആയിട്ട്, ഓ വന്നത് അടിപൊളിയായി, നന്നായി, ഇതൊക്കെ കാണണ്ടേ, ആ രീതിയിൽ ഞാനും അമ്മയും ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളെയൊക്കെ കൂടുതൽ ഇമ്പ്രസ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ആനിമൽസിൻ്റെ ഒക്കെ സ്റ്റാച്യൂസ് ഇവർ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ മെയിനായിട്ട് കുഞ്ഞൂസിൻ്റെ ഒക്കെ കാർട്ടൂണിൽ കാണാൻ പറ്റിയേ. കുഞ്ഞൂസിൻ്റെ ഒന്നിച്ച് TV കാണുമ്പം അവൻ്റെ മെയിനായിട്ടുള്ള കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ ഈ ഒരു ആനക്കൊമ്പൻ. അതിൻ്റെ ആ ഒരു തുമ്പിക്കൈ ആയാലും അതിൻ്റെ സ്ട്രക്ചർ ആയാലും ഒക്കെ അടിപൊളിയാണ്. സെയിമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൊമ്പ് ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒറിജിനൽ ആണോ എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും പെർഫെക്ഷൻ ആയിരുന്നു അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലേസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത് ആ ഒരു വെള്ളച്ചാട്ടവും പിന്നെ ആ ഒരു ലൈറ്റിങ്ങും പിന്നെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള പൂക്കളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഒരാളിവിടെ മരത്തിൻ്റെ ഇടയ്ക്ക് ഒളിച്ച് നിൽക്കുന്നുണ്ടേ. മഞ്ഞ് കരടിയും ഉണ്ട്. മഞ്ഞെന്ന് പറഞ്ഞാൽ കരടി വേണമല്ലോ. അപ്പോൾ കരടീനെയൊക്കെ കണ്ട് നെക്സ്റ്റ് അടുത്ത ആരാ വരുന്നേ, ഇവിടെ ബബിൾസൊക്കെ ഊതിക്കൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോൾ ബബിൾസൊക്കെ കുറച്ച് എൻ്റെ വക പൊട്ടിച്ചു കൊടുത്തിട്ട് ഞാനത് അങ്ങോട്ട് നടക്കുകയാണേ. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ഇനിയും കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് വരുന്നേ ഉള്ളൂ. ഈ പൂക്കൾ ശരിക്കുമില്ലേ ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോകും കേട്ടോ. ആ ലൈറ്റിൻ്റെ എഫക്റ്റിൽ എന്തൊരു ഭംഗിയാണ് അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ. എന്താ അവിടെ നടക്കുന്നേ, ഫോഗാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞതൊക്കെ ഫുള്ള് ആ ഒരു ഫോഗ്, ആ ഒരു കളർ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്, ആ ഒരു മഞ്ഞുമലയുടെ ഫീല് വരാൻ വേണ്ടിയിട്ട് ഫോഗ് അങ്ങ് അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭംഗി കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നില്ല കേട്ടോ. നമ്മൾ കുറേ നേരം ഈ ഓരോ കാഴ്ചയും കണ്ട് നോക്കി അങ്ങനെ നിന്നു. മഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വരുന്ന അതേ ഫീലിൽ ടോപ്പ് ഫ്ലോറും അവരങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പാലത്തിൻ്റെ മേലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു കംപ്ലീറ്റ് ഫോഗ് എഫക്റ്റ് അങ്ങോട്ട് വരുന്നത്. ക്യാമറ സൂം ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴേക്കും അങ്ങോട്ട് ബ്ലറായി പോകുന്നത്, കാരണം അത് അടിച്ച് കയറാണ് കേട്ടോ. ആ ഒരു എഫക്റ്റാണ് കംപ്ലീറ്റ് ഈ ഒരു ഏരിയ കവർ ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു പോർഷനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇവിടെ നല്ലൊരു കൂൾ എഫക്റ്റും ഉണ്ട്. നെക്സ്റ്റ് വീണ്ടും അടുത്ത ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പതഞ്ഞു വരുന്നൊരു ഫീലുണ്ട്. കണ്ടാൽ ശരിക്കും മഞ്ഞുരുകി വരുന്നതല്ലാന്ന് തോന്നില്ല, അത്രയും നല്ല ഭംഗിയിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
4 കാലമൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടേക്ക് കയറിയത്. ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഒരുപാട് സമയം ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തുവേ. കാരണം ഈ കാഴ്ചകൾ വിട്ടു പോകാൻ അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ നമ്മൾ വന്നത് ഒരു മെയിനായിട്ടുള്ള ആളെ കൂടെ കാണാനാണേ. അപ്പോൾ അതിൻ്റെ ഒരു ധൃതി മനസ്സിലുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഔട്ട്ഡോറിലൊക്കെ ഫോട്ടോസ് കണ്ടായിരുന്നു അല്ലേ. ഔട്ട് സൈഡിലൊക്കെ കണ്ട ഫോട്ടോസിൽ മത്സ്യകന്യക അങ്ങോട്ട് എണീച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലൊരാൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ മത്സ്യകന്യക. അപ്പോൾ മത്സ്യകന്യകയിലേക്ക് സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ആൾ ഒളിച്ച് നിൽക്കുന്നതെന്നുള്ളത് കാണാനാണ് കേട്ടോ കുറേ ഇൻട്രസ്റ്റിൽ നടക്കുന്നത്. ഇനി വരാൻ പോകുന്നത് നല്ല അടിപൊളി കിടിലൻ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കും തോറും വെറൈറ്റി ആയിട്ടുള്ള മീനുകളാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ നെയിംസും ഒക്കെ അതിൻ്റെ മുകളിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ കളർഫുള്ളായിട്ടുള്ള ഇത്രയും കുഞ്ഞു മീനുകളെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ. യെല്ലോ, റോസ്, വയലറ്റ്, അങ്ങനെ ഒരുപാട് കളറിലുള്ള മീനുകളുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് കേട്ടോ ഇവരിങ്ങനെ നിൽക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കൂട്ടത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ കാണുന്നുണ്ട്, അനങ്ങാതെ അവിടെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ആ ഓരോ കാഴ്ചയും കണ്ടിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. പലതരം മീനുകൾ, അതിൻ്റെ മൂമെൻറ്റ്സ് കണ്ടു നിൽക്കാൻ നല്ലൊരു അരങ്ങാണ് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ്. മീനിനെയൊക്കെ കാണാനും വളർത്താനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളി തന്നെ കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട ആൾക്കാരൊന്നും മഞ്ഞുമല അല്ലെങ്കിൽ നമ്മുടെ കാശ്മീർ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നില്ല തോന്നുട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് അത്രയ്ക്ക് തിരക്ക് നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് ഓരോ മീനിനെയും കണ്ട് എണ്ണിപ്പെറുക്കി നോക്കി പോകാനുള്ള ടൈം കിട്ടി കേട്ടോ. എന്ത് ഭംഗിയല്ലേ. ഗോൾഡ് ഫിഷിനെ കണക്കത്തെ സാധനം തോന്നില്ല ഇത്. കറക്റ്റ് എനിക്ക് പേരൊന്നും അറിയില്ല, അവിടെ ഉണ്ടായിരുന്നേ, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ എൻ്റെ ദൈവമേ, എന്തൊരു കൂട്ടത്തിലാണ് പോകുന്നതല്ലേ. ഇത്രയും മീനിനെ ഒന്നിച്ചിട്ടിട്ട് നോക്കിയല്ലേ. നമ്മൾ അവരെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നത്. അവർ നമ്മളെയും കൂടി നോക്കാനാണ് ഇങ്ങനെ പാഞ്ഞ് പറന്ന് നടക്കുന്ന പോലെയുണ്ട്. അത്രയ്ക്ക് രസമുണ്ട് കേട്ടോ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോഴും നമ്മളെ മനസ്സിലുള്ളത് എവിടെ നമ്മുടെ കന്യക, മത്സ്യകന്യക എവിടെ, അതാണ് കേട്ടോ ഉള്ളിൽ. അങ്ങനെ വേഗം ഇവരെയൊക്കെ കണ്ട് നടന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇനി നമ്മളെ മെയിനായിട്ടുള്ളൊരു ടണൽ വരുന്നുണ്ടല്ലോ, വാട്ടർ ടണൽ. അപ്പോൾ ആ ടണൽ കൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മെയിൻ ആളെ കാണാൻ അങ്ങോട്ട് പോകാൻ. ഇതൊക്കെയാണ് മത്സ്യകന്യക. എന്തായാലും പാപ്പ അനങ്ങാണ്ട് വരുന്നുണ്ടല്ലോ. സംഭവം തീമാറ്റുണ്ട് കഴിഞ്ഞു. ടണലിലേക്കുള്ള എൻട്രിയിൽ നമ്മൾ കണ്ട കംപ്ലീറ്റ് മീനുകളാണ് കേട്ടോ ഇവിടെ ഇൻസൈഡ് വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും അതിൻ്റെ ഭംഗി കംപ്ലീറ്റ് കിട്ടിയതാ ഈ അകത്തേക്ക് വരുമ്പോഴാണ്. ഇവിടെയും നേരത്തെ നമ്മൾ മഞ്ഞുമല പറഞ്ഞ കണക്കെ ഇവിടെയും ഞാൻ അങ്ങോട്ട് സ്റ്റക്കായി പോയി കേട്ടോ. ഈ ടണലും സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടാണേ. നമ്മൾ വാട്ടറിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീല് തന്നെയാണ്. ലൈവായിട്ട് ഈ ജീവനോടെയുള്ള മീനുകൾ ഇങ്ങനെ നമുക്ക് ചുറ്റും, ഇപ്പോൾ പൂമ്പാറ്റ പാറി പറക്കുന്നത് പോലെ എന്നെല്ലാം പറയില്ലേ, അതുപോലെ നമ്മുടെ ചുറ്റും മീനുകളിങ്ങനെ നടക്കുമ്പോൾ അടിപൊളിയല്ലേ കാണാൻ. ഈ കുട്ടി മീനെയാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. കളറായിട്ട് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സിൽ. പിന്നെ നേരത്തെ അനങ്ങാതെ കണ്ട ഒരാളിത് അവിടെ ഇപ്പോൾ ചലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇയാൾ ആരാണോ ആവോ. അയാളെ ചിറകല്ല കേട്ടോ മൂവ് ചെയ്യുന്നത്, ആ ഒരു വായ കൊണ്ടാണ് തോന്നുന്നത് മൂവ് ചെയ്യുന്നത് മെയിനായിട്ട്. അതിശയിപ്പിച്ച ഒരാൾ തന്നെ. ഇയാളെന്തിനാമോ ഇക്കൂട്ടത്തിൽ പെടുത്തിയത്, കൂട്ടത്തിൽപ്പെടാത്തവനാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ടണൽ കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്തു കേട്ടോ. നമ്മുടെ പിന്നാലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരും
ഓക്കെ, എല്ലാവരും വരട്ടെ, നെക്സ്റ്റ് മൂവിലേക്ക് പോവാം. അപ്പം നല്ല തണുപ്പ് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ ഇവിടെയും. വീണ്ടും സെയിം മീനിൻ്റെ പാർട്ടൊക്കെ തന്നെ അടുത്തേയും വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇനിയും കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന മീനുകളാണ് കേട്ടോ. ആ ടണലിൻ്റെ അകത്താണ് വെറൈറ്റി മീനുകളുള്ളത്. ഇതൊക്കെ നോർമലി ഉള്ള മീനുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ദൂരെ മത്സ്യകന്യകയെ കണ്ടത് കേട്ടോ. അവിടെ ഇപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനും അമ്മയും എക്സൈറ്റഡ്, അവയും പോകാം, അയ്യോ അതാ അവരെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇനി അത് കാണില്ലേ അയ്യോ എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ഓടിപ്പോവുകയാണേ. ഇതെന്താ ഇങ്ങനെ ടോപ്പ് പോയി നിൽക്കുന്നേ, ഇതെപ്പോഴാണ് താഴേക്ക് വരിക എന്നുള്ള രീതിയിൽ എല്ലാവരും, കുട്ടികളടക്കം എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണേ. ഇതാ മൂവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ ടി വിയിലും ഫോണിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നേ. അങ്ങനെ രണ്ട് മത്സ്യകന്യകമാരും തമ്മിൽ രണ്ടാളും കൂടെ കാണികളെയൊക്കെ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവരിതുപോലെ ഒരുപാട് മൂമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കുട്ടികളോടും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. അവർ ആ ഒരു കുറച്ച് ടൈം താഴെ ഇങ്ങനെ കാണികളപ്പുറം നിന്നിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ട് ശ്വാസം എടുക്കുന്നുണ്ടാവില്ലേ. പാവം നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരല്ലേ. പക്ഷെ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുറമേ എവിടെയൊക്കെയോ കണ്ട കുറേ കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നമ്മളടുത്തിങ്ങനെ വന്ന് കാണുമ്പോൾ അടിപൊളി തന്നെയാണ്. ഇതെന്തായാലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. മിസ് ചെയ്യാതെ എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണേ. അങ്ങനെ ഇതുവരെ കാണാത്ത ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യണേ. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും വളരെ എൻജോയബിൾ. അവരത്രയും ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ ആയാലും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇനി വരുന്നത് ഫുഡ് സെക്ഷനിലേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. പോപ്കോൺസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാ നെക്സ്റ്റ് ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട്. എന്തൊക്കെയോ വിൽപ്പനയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്, ക്ലീനിങ്ങിൻ്റെത്. പിന്നെ അതുപോലെ ഈ സെക്ഷൻ കംപ്ലീറ്റ് സ്വീറ്റ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. പഴയ നമ്മൾ പഠിക്കുന്ന സമയത്ത് പണ്ടൊക്കെ സ്കൂളിലൊക്കെ കിട്ടുന്ന, സ്കൂളിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് മിഠായിയുടെ സെക്ഷൻസാണ് കേട്ടോ. ഒരുപാട് പഴയ ഓർമ്മകൾ പുതുക്കുന്ന ഒരുപാട് ഐറ്റംസ് കണ്ടു. പിന്നെ ഇതാ ഫുഡിൻ്റെ ഏരിയ ആണേ, ബേക്കറി ഐറ്റംസിൻ്റെ ഏരിയ. സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ.
പിന്നെ ഇതൊരു മസാജ് സെക്ഷനാണേ. അതാ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളിങ്ങനെ നമുക്ക് മസാജ് ചെയ്യാനുള്ള മെഷീൻസൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ട്രയലൊക്കെ ചെയ്ത് തന്നു കേട്ടോ കയ്യിലൊക്കെ. അത് നല്ലൊരു റിലാക്സ്, ബോഡിയൊക്കെ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് കേട്ടോ. അടുത്തതായിട്ട് കാണുന്നത് ഫാൻസി സെക്ഷനാണേ. കമ്മൽ, വള, ചൊട്ട, അങ്ങനെ ഒരുപാട് ഏരിയാസ് കണ്ടു. അത്യാവശ്യം വിലക്കുറവൊക്കെ തന്നെയാണ് കേട്ടോ. നോർമലി നമ്മൾ ഫെസ്റ്റിനൊക്കെ കാണുന്ന പോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് എല്ലാം കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് നമ്മളിതാ കുറേ നല്ല അടിപൊളി ഭരണി സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് സെക്ഷൻസ് ഓഫറിൽ ഒരുപാട് കാണുന്നുണ്ട്. 3 ജോഡിക്ക് 150 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത്യാവശ്യക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് പോർഷൻസും ഉണ്ട്. അവർക്ക് എത്തിപ്പിടിച്ച് വലിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പാർട്ടൊന്നും കൂടെ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും എൻജോയ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ത്രില്ലിംഗ് ആണ് കേട്ടോ. ഓ കൊള്ളാം. ഫുഡ്, അതുപോലെ ചിൽഡ്രൻസ് ഏരിയ അല്ലേ. ചിൽഡ്രൻസിന് മാത്രമല്ല കേട്ടോ, ആകാശത്തൊട്ടിലൊക്കെ കണ്ടിനായിരുന്നു നേരത്തെ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അടിപൊളി. എല്ലാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ 4 മണി ആകുന്ന സമയത്ത് പുറത്തുനിന്ന് കാണുമ്പം എല്ലാം സ്റ്റക്കായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഇതായിപ്പോൾ എല്ലാം മൂവ് ചെയ്ത് തുടങ്ങി. പിന്നെ ഫുഡിൻ്റെ ഏരിയാസൊക്കെ ഇവിടെ ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ. 9 മണി വരെയാണല്ലോ രാത്രി. അപ്പോൾ അത്രയും നേരത്തേക്ക് വേണ്ടിയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം ആൾക്കാരും തിരക്കും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും ആ ആൾക്കാരെ വെച്ചിട്ട് എല്ലാം അവർ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിസ്മയിലും നമ്മൾ വണ്ടർലയിലൊക്കെ കാണുന്നത് പോലെയുള്ള കുട്ടി കുട്ടി പോർഷൻസാണ് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെയും ഫുഡിൻ്റെ ഏരിയാസൊക്കെ ഉണ്ട്. ആകാശത്തോട്ടിലൊന്നും ആരും ഇല്ല കേട്ടോ, അതൊക്കെ വെറുതെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടേ. പിന്നെ വേണമെങ്കിൽ നമുക്കിതിലൊക്കെ കയറാം, നമ്മൾ അതിനൊന്നും മെനക്കെട്ടില്ല. എന്തായാലും നൈറ്റ് വ്യൂവും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. 4 മണി മുതൽ 9 മണി വരെ ഉണ്ടല്ലോ. അപ്പോൾ പറ്റുന്നവരൊക്കെ നൈറ്റ് വ്യൂവും കൂടി എൻജോയ് ചെയ്യാൻ നോക്കിക്കോ കേട്ടോ. കാരണം ഈ സമയം ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിയ കാഴ്ച എന്താ വെച്ചാൽ പകലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഒക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ശരിക്കും മഴയൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ കൂടി കിട്ടിയത്. ആ ഒരു കാലാവസ്ഥ അല്ലായിരുന്നെങ്കിൽ ശരിക്കും ഇന്നത്തെ ഈ ഒരു യാത്രയും കുളമായി പോയേനെ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭംഗി കംപ്ലീറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയത് മഴയും കൂടി ഒന്ന് മാറി നിന്നുകൊണ്ടാണേ. മഴയൊക്കെ മാറിയെന്ന് കണ്ടപ്പോഴാണ് തോന്നുന്നു കേട്ടോ, പുതിയതോ കുറച്ച് ഐറ്റംസൊക്കെ അവരിതാ ഇപ്പോഴാണ് റീഓപ്പൺ ആക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, എയറിൽ നിൽക്കുന്നത്, എയർ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ഇതിലുള്ള ഈ ഒരു കളിപ്പാട്ടം, അത് അവരിങ്ങനെ എയർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിങ്ങനെ ഉയർന്നു വരുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നേ. അങ്ങനെ ഇന്നത്തെ ഓണക്കാഴ്ചയുടെ 2ാം ഭാഗവും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ഇനി അടുത്ത ഓണക്കാഴ്ചയിലേക്ക് നമുക്കിന്ന് പോകാം. അവിടേക്ക് പോകുമ്പോഴും ഇതുപോലെ കാലാവസ്ഥ കിട്ടിയിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ. മഴയില്ലാതിരുന്നോട്ടെ എന്ന് വിചാരിക്കുക. മഴ പെയ്യണോ വേണ്ട രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഓണക്കാഴ്ചയും കഴിഞ്ഞ് നമ്മുടെ ഉണ്ടപ്പറമ്പിൽ നിന്ന് നമ്മൾ പോകുകയാണ്. ഇനി അടുത്തത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കുടുംബശ്രീയുടെ ഒരു ഓണം ഫെയർ കൂടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകണം. കാരണം അമ്മ ഇവിടെ കൂപ്പൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് കുടുംബശ്രീയിൽ നിന്നൊരു കൂപ്പൺ കിട്ടും. അപ്പോൾ ആ കൂപ്പണിന് നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റം വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാനും പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ടൗണിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഫുൾ ആൾക്കാരും തിരക്കുമാണ് മാർക്കറ്റിൻ്റെ ഏരിയ ഒക്കെ. മാർക്കറ്റിൻ്റെ ഏരിയയ്ക്ക് നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. അപ്പോൾ ഇനി നമ്മുടെ കുടുംബശ്രീയുടെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കും കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റൊക്കെയാണ് കേട്ടോ. ഫുഡിൻ്റെ സെക്ഷൻസ് ആയാലും പിന്നെ ലൈവായിട്ട് തന്നെ അവിടെ നിന്ന് ഫുഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ചൂടോടെ പഴംപൊരി അങ്ങനെയുള്ള കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആനയുടെ നെറ്റിപ്പട്ട അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ, അടിപൊളി. ഇതൊക്കെ ഇവർ തന്നെ മേക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ. പിന്നെ നല്ല ചൂടോടെ പഴംപൊരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ചട്ടി സെക്ഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചട്ടി നമുക്ക് വേണം തോന്നി കേട്ടോ, വീട്ടിലേക്ക് ഒന്ന് വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വിലയൊക്കെ ചോദിക്കുകയാണ്. ഒന്നിന് 80 രൂപയാണ് കേട്ടോ പറയുന്നത്. ഒരു ചട്ടിക്ക് 80 രൂപ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു ചട്ടി കൂടി അങ്ങോട്ട് വാങ്ങി കേട്ടോ.
പിന്നെ കൂപ്പൺ നമുക്ക് 100 രൂപയുടെ കൂപ്പണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 100 രൂപക്ക് ഒതുങ്ങുന്നത് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് പൈസ വരുന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 80 രൂപയുടെ ഒരു പാത്രം അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഓണമൊക്കെ അല്ലേ, വരുന്നവരൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൂവൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ പച്ചക്കറി സെക്ഷനിലേക്കാണ്. പച്ചക്കറിയൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്നായിട്ട് കുറച്ചെടുത്തേ ഉള്ളൂ. പിന്നെ അച്ചാറാണ് കേട്ടോ മെയിനായിട്ട് വാങ്ങിയത്, കാരണം ഹോം മെയ്ഡ് ആയിട്ടുള്ള അച്ചാറാണ്. ഐശ്വര്യ കുടുംബശ്രീ പുളിമ്പറമ്പ് അവരുടെ ഒരു അച്ചാർ നമ്മൾ എടുത്തിട്ടുണ്ട്. നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. പൊതുവേ മാങ്ങാച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടം, പക്ഷേ നെല്ലിക്ക നമ്മളിന്ന് വെറൈറ്റി നോക്കി. പച്ചക്കറിയുടെ വിലയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വിലയാണ്. ഓണമൊക്കെ ആകുമ്പോൾ എന്തായാലും വില കൂടേ ഉള്ളൂ അല്ലേ, ഇനി ഇതിനൊക്കെ ഡിമാൻഡ് വരുന്ന സമയമാണല്ലോ. പിന്നെ ഇതാ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ട്, ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് വന്നു. പേരക്കയൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് ഓണശ്രീയിൽ നിന്ന് നമ്മൾ മടങ്ങി കേട്ടോ. അവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല, കാരണം പ്രൊഡക്റ്റൊക്കെ കുറവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീണ്ടും ടൗൺ ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. മഴക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും മൈൻഡാക്കാതെ ഞാനും അമ്മയും വീണ്ടും നടക്കുകയാണേ. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്രിക്സിലേക്കാണ് കേട്ടോ. അപ്പോൾ ഷോപ്രിക്സിൽ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാം എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഒന്ന് കയറിയതാണ്. അവിടെയും നല്ല തിരക്കായിരുന്നേ, സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ ഉണ്ട്. ഇനി ഓരോന്നായിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് എടുക്കണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ. ഷോപ്രിക്സിൽ പൊതുവേ ഓഫർ ഇടുന്നൊരു സമയമാണ് ഈ സാറ്റർഡേയ്സിലൊക്കെ പറയുമ്പം. ഇപ്പോൾ സാറ്റർഡേ നമ്മളിപ്പോൾ ഇന്ന് ലേറ്റായി, കാരണം എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്ക് ഓഫറിലുള്ള ഐറ്റംസൊക്കെ ഒരു വക എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ, ഉള്ളി തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. ഇനി ഓണമല്ലേ അടുത്ത ആഴ്ച വരാൻ പോകുന്നേ ആയില്ലോ, വെള്ളിയാഴ്ച നമ്മൾ ഓണം ഇങ്ങ് എത്തിയില്ലേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടേ. അപ്പോൾ തിരക്ക് നമ്മൾ ഇത്രയും നേരം കണ്ടതിനേക്കാൾ കൂടുതൽ തിരക്ക് ശരിക്കും ഷോപ്രിക്സിലാണ് കേട്ടോ. ഇനി ഇവിടുന്ന് സാധനം എടുക്കാൻ അത്ര കുഴപ്പമില്ല, എല്ലാവരും വേണ്ടുന്നത് നോക്കിയിട്ട് അങ്ങ് എടുത്തിട്ട് പോവുകയേ വേണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ഇതാ കൊട്ടയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സോപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് നോക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി മെയിനായിട്ടുള്ള ടാസ്ക് ഏരിയയിലേക്കാണ് കേട്ടോ. ബില്ലിംഗ് സെക്ഷനാണേ. അവിടെ ഒരു വല്ലാത്ത തരം ക്യൂ തന്നെയായിരുന്നു കേട്ടോ. മൂവ് ചെയ്യാൻ കുറേ പണിപ്പെട്ടു, കാരണം ഓരോരാളും നിറയെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ ഏതിലേക്ക് വരണമല്ലോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സാധനമായ തൈര് കൂടെ ഞാനതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടേ. അങ്ങനെ ഒരു 15-20 മിനിറ്റോളം ക്യൂ ഒക്കെ നിന്ന് പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞത് വീട്ടിലെത്തിയിട്ടുണ്ടേ. അങ്ങനെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് ഇനി ഇതൊക്കെ ഒന്ന് ഓർഡറിൽ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഇന്നത്തെ നാട്ടിലെ ഓണക്കാഴ്ചകളും ഓണം വിശേഷങ്ങളും ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.